ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇച്ചാ ഡ്രൈവ് വിത്ത് അൻസൽ. ഇന്ന് കുറച്ച് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെൻമാർക്കിലേക്ക് ജോലി കിട്ടി വരുന്നവർ ആദ്യം ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം അവിടെ വന്നിട്ട് അവർക്ക് ശമ്പളം കിട്ടാനും അതുപോലെ അവർ അക്കോമഡേഷൻ എങ്ങനെ തേടണം എന്നുള്ളതൊക്കെ നോക്കാനുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഡെൻമാർക്കിലേക്ക് ജോലി കിട്ടി വരുന്നവർ ആദ്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണം. അതുപോലെ ഇത്തരത്തിൽ വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് കരുതി നിങ്ങൾ എൻ്റെ മുഖം മാത്രം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ട. അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ നടന്നുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചത് പുറത്തുള്ള ആൾക്കാരുടെ ജീവിത രീതിയും അതുപോലെ അവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ എങ്ങനെയാണ്, അവരുടെ വീടുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പണ്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരുതി എന്നാൽ പിന്നെ അത്തരത്തിലുള്ള കാഴ്ചകളും കാണിച്ചുകൊണ്ട് ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോ പറഞ്ഞു പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ലെങ്തി ആവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിരിക്കും. കാരണം അടിപൊളി ഒരു വീട് കണ്ട, വരുന്ന വഴിക്ക് ഞാൻ കണ്ട അടിപൊളി വീടാണ്. ഇങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ആയാൽ ഒരുപാട് വീടുകളും, ഇത് പ്യുവർ റെസിഡൻഷ്യൽ ഏരിയയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ്. ഇതെനിക്കൊരു പുതിയ വീടാണ്, പുത്തൻ ടൈപ്പിലുള്ള നമ്മുടെ നാട്ടിലേക്കുള്ള ടൈപ്പ് ഒരു കണ്ടംപററി സ്റ്റൈലുള്ളൊരു വീടാണത്. അല്ലാതുള്ള ബിൽഡിങ്സ് എല്ലാം ഇതെല്ലാം പഴയ ബിൽഡിങ്സാണ്. ഒരുപാട് പഴയ ബിൽഡിങ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നല്ല പക്ക റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു അടിപൊളി വീട് കേട്ടോ. വേണ്ട, അടിപൊളി വീടുകളാണ്. വീടുകൾ കാണിച്ച് സത്യം പറഞ്ഞാൽ പറയാൻ വന്ന കാര്യം മറന്നു. അപ്പം പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഡെൻമാർക്കിലേക്ക് ആദ്യമായിട്ട് ജോലി കിട്ടി വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യണം, അത് കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ശമ്പളമൊക്കെ കിട്ടി തുടങ്ങണമെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അതിലാദ്യത്തേത് നമ്മൾ ഈ കണ്ടതുപോലെ അക്കോമഡേഷനാണ്. നമുക്കൊരു അക്കോമഡേഷൻ എന്തായാലും ഇവിടെ ഉണ്ടാവണം. നമുക്കൊരു കോൺട്രാക്റ്റ്, നമ്മുടെ നാട്ടിൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന പോലെ നമുക്കൊരു ഹൗസിംഗ് കോൺട്രാക്റ്റ് നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്കിവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആദ്യം നിങ്ങൾക്കൊരു ഹൗസിംഗ് കോൺട്രാക്റ്റാണ് വേണ്ടത്. അതിന് നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പം നിങ്ങൾക്ക് ഇവിടെ ഹൗസിങ്ങിന് ശ്രമിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഡെൻമാർക്കിലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് കുറേ വീടുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരുപാട് പേര് ഇടാറുണ്ട് റെൻറ്റിന് അക്കോമഡേഷൻ, വീട് റെൻറ്റിന് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇടാറുണ്ട്. ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങളൊരു ഷെയറിങ് അക്കോമഡേഷൻ എടുക്കുന്നതായിരിക്കും. ഷെയറിങ് നിന്നിട്ട് പിന്നെ നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാം. കാരണം ഇവിടെ അക്കോമഡേഷൻ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മുടെ ഇന്ത്യൻ എമൗണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് ഇവിടുത്തെ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം ഒരു 2 ലക്ഷം രൂപ അടുപ്പിച്ച്, ഇന്ത്യൻ മണി 2 ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്കൊരു മാസത്തെ റെൻറ്റ് തന്നെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് വരുന്നവരാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഷെയറിങ് അക്കോമഡേഷൻ എടുക്കും. ഷെയറിങ് ആണെങ്കിൽ നിങ്ങൾക്കൊരു സിംഗിൾ റൂം കിട്ടും. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ടൊരു പ്രൈവറ്റ് റൂം നിങ്ങൾക്ക് കിട്ടും. അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അല്ലാതെ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ കിട്ടണമെങ്കിൽ വരുന്നതിന് മുന്നേ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ നിങ്ങൾ എയർബിഎൻബി വഴി അക്കോമഡേഷൻ എടുക്കുക. എയർബിഎൻബി എന്താണെന്നും അറിയാത്തവരുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങളതിൻ്റെ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് എയർബിഎൻബിയിൽ വീട് ബുക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പല ഏജൻസികളുണ്ട്, അതായത് ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻസികളുണ്ട്. അപ്പോൾ അവർ ത്രൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വീടുകൾ എടുക്കാവുന്നതാണ്. അപ്പം അത്തരത്തിൽ ഉള്ള 1-2 ഏജൻസികളാണ് ക്യൂ അപ്പാർട്ട്മെൻറ്റ്സ്, അതുപോലെ home.dk എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്. അത് അപ്പാർട്ട്മെൻറ്റ് ഏജൻസികളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ആക്ച്വലി
കുറച്ച് ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെന്നാൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് അക്കോമഡേഷൻ തരും, നിങ്ങൾക്ക് കോൺട്രാക്റ്റ് തരും. പക്ഷേ നിങ്ങൾ അഡ്വാൻസ് എമൗണ്ട് നിങ്ങൾ ചിലപ്പം അവർ മുന്നേ പേ ചെയ്യാൻ പറയും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്ന് പറയും. അത് നിങ്ങളുടെ ജോലിയും എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അങ്ങനെയുള്ള ഓപ്ഷൻസ് അവർ തരുന്നത്. പിന്നെ ഉള്ളത് എന്താ പറയുക, ആദ്യം അക്കോമഡേഷനാണ്. അപ്പോൾ ഹൗസിംഗ് കോൺട്രാക്റ്റ് മാൻഡേറ്ററി ആണ്. നിങ്ങൾ ഒന്നുകിൽ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ഹൗസിംഗ് കോൺട്രാക്റ്റ് നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. 2 വന്നതിന് ശേഷം, പിന്നെ നിങ്ങളിവിടെ വന്നതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് CPR രജിസ്ട്രേഷൻ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ആധാർ കാർഡ് രജിസ്ട്രേഷൻ എന്നുള്ളതുപോലെ ഇവിടെ CPR രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പം CPR രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ട്, വേറെ വെബ്സൈറ്റ്, ഇൻ്റർനാഷണൽ ഹൗസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഹൗസിംഗ് കോൺട്രാക്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന കാർഡ്. അപ്പം നിങ്ങൾക്ക് ആദ്യം വിസ കിട്ടുമ്പോൾ തന്നെ വിസ രണ്ടെണ്ണമാണ്. അത് പാസ്പോർട്ടിൽ ഒരു 6 months പീരീഡ് ആയിരിക്കും വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ലെറ്ററിനകത്ത് നിങ്ങൾക്കൊരു 2 year നിങ്ങൾ എത്ര പീരീഡാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ആ ലെറ്ററിലുണ്ടാവുക. അപ്പോൾ ആ ലെറ്ററിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക CPR നമ്പർ, നിങ്ങളുടെ യൂണീക്ക് രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ ലെറ്ററിൽ തന്നെ ഉണ്ടാകും. പക്ഷേ അത് ആക്ടിവേറ്റഡ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങളത് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് ആദ്യം നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഇവിടെ ഇൻ്റർനാഷണൽ ഹൗസിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. അതിന് വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ കോൺട്രാക്റ്റ് അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ നിങ്ങൾക്ക് റെസിഡൻറ്റ് പെർമിറ്റ് ലെറ്ററും അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇത് രണ്ടും അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവരൊരു ഇമെയിൽ അയക്കും. നിങ്ങൾ ആ ഇമെയിൽ അയച്ചു കഴിയുമ്പോൾ ഒരു 3 to 4 days കഴിയുമ്പോഴത്തേക്കും, മാക്സിമം 1 weekനുള്ളിൽ അവർ റെസ്പോണ്ട് ചെയ്തിട്ട് ആ റെസ്പോണ്ടിന് അതിലൊരു ലിങ്ക് കാണും. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അതിനകത്തുള്ള അവൈലബിൾ ടൈം അനുസരിച്ച് നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ CPR നമ്പർ ആക്ടിവേറ്റ് ചെയ്യുക. CPR നമ്പർ ആക്ടിവേറ്റ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു മിറ്റ് ID എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് നമുക്കിവിടെ എന്തെങ്കിലും ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് OTP വരും. മൊബൈൽ നമ്പറിൽ OTP വരും. അതിവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ മൊബൈൽ മെസ്സേജസും ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകാർ അയക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിന് പകരമായിട്ട് ഇവർ ചെയ്യുന്നതാണ് ഒരു മിറ്റ് ID എന്ന് പറയുന്ന സംഭവമുണ്ട്. അതാണ് എല്ലാത്തിനും ഇവർ യൂസ് ചെയ്യുന്നത് മിറ്റ് ID ആണ്. അതായത് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ബാങ്കിങ് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും എന്താ പറയുക, നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുമല്ലോ, അതായത് ഓട്ടോ ഡെബിറ്റിനൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നതല്ല. അപ്പോൾ അതിനെല്ലാം ഈ ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത് ഈ മിറ്റ് IDയിലൂടെയാണ്. അപ്പോൾ മിറ്റ് ID നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതെന്താണ് മിറ്റ് ID, എന്തിനാണ് മിറ്റ് ID യൂസ് ചെയ്തതെന്നൊക്കെ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ അതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഒരു എന്താ പറയുക, അപ്പം ഹൗസിംഗായി CPR നമ്പർ ആക്ടിവേറ്റ് ചെയ്തു. അപ്പം ഇതിന് ഇടയ്ക്ക് ആക്ച്വലി ഈ CPR നമ്പർ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ഹൗസിംഗ് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളിവിടെ വന്നതിന് ശേഷം വിത്തിൻ എ മന്ത് നിങ്ങൾ 1 മാസത്തിനകത്ത് നിങ്ങൾ ഈ CPR നമ്പർ ആക്ടിവേറ്റ് ചെയ്യണമെന്നാണ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇതിനിടയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യം, നിങ്ങളിവിടെ ടാക്സ് കാർഡ് രജിസ്റ്റർ ചെയ്യണം. അതായത് scat.dk പോയിട്ട് നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷൻ ഫിൽ ചെയ്യണം. നമ്മുടെ നാട്ടിൽ ടാക്സ് ഡിക്ലറേഷൻ ചെയ്യുമല്ലോ, അതുപോലെ നിങ്ങൾ ടാക്സ് കാർഡ് ഫില്ല് ചെയ്യണം. നിങ്ങൾ ടാക്സ് കാർഡ് ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ സാലറി കിട്ടുന്നതിന് മുന്നേ നിങ്ങൾ ടാക്സ് കാർഡ് ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 55% നിങ്ങളുടെ ടാക്സ് പിടിക്കും. നിങ്ങളുടെ സാലറി 55% ഡയറക്റ്റായിട്ട് അവർ ടാക്സ് കട്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നതനുസരിച്ച്, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതിനനുസരിച്ചുള്ള ടാക്സ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഇൻഫർമേഷൻ ഫില്ല് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് വേണ്ടത്, അത് എങ്ങനെയാണ് നിങ്ങളത് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളിവിടെ മറ്റൊരു വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. ടാക്സ് കാർഡ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എന്താണ് ഇൻഫർമേഷൻ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. അതെല്ലാം ഈ വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അതിനായിട്ട് ഓരോ സ്റ്റെപ്പിനും ഞാൻ ചെയ്യാം. പിന്നെ ഉള്ളത്, ടാക്സ് കാർഡ് രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കണം. അതായത് CPR നമ്പർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു CPR രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 2-3 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ്, റെസിഡൻറ്റ് കാർഡും അതുപോലെ ഒരു യെല്ലോ കാർഡും കിട്ടും. യെല്ലോ കാർഡാണ് നിങ്ങളുടെ പ്രധാനമായിട്ടും ഇവിടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും എവിടെ പോകണമെങ്കിലും നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡായിട്ട് ആക്ട് ചെയ്യുന്നത് യെല്ലോ കാർഡാണ്. അപ്പം അതിനകത്ത് തന്നെ നിങ്ങളുടെ ഡോക്ടറുടെ ഇൻഫർമേഷൻ കാണും.
നിങ്ങൾ ഏത് ഡോക്ടറാണ് നിങ്ങൾ അസൈൻ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ GP എന്ന് പറയും, ജനറൽ പ്രാക്ടീഷണർ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ മെഡിക്കൽ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കോൺടാക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ GP ആണ്. അപ്പോൾ നിങ്ങൾക്കായിട്ടൊരു GP അസൈൻ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഫോൺ നമ്പറും കാണും. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാം നിങ്ങൾക്ക് ഡോക്ടറെ കാണണമെങ്കിൽ. അതൊക്കെ ഒരു എന്താ പറയുക, കുറച്ച് നാട്ടിലെ പോലെ അത്ര എളുപ്പമുള്ള പ്രോസസ്സല്ല. ഇതെല്ലാം ഒരു പ്രോപ്പർ പ്രോസസ്സ് ഫോളോ ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ നാട്ടിലെ പോലെ അത്ര എളുപ്പമല്ല ഇവിടെ ഡോക്ടർ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത്. പിന്നുള്ളത് പിന്നെ ഇതിന് ശേഷം ഓക്കെ, അപ്പം എന്തൊക്കെയായി, നമ്മുടെ CPR നമ്പറായി, പിന്നെ നിങ്ങൾക്ക് CPR നമ്പർ ആയിട്ടുണ്ട്. പിന്നെന്താണ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, അക്കോമഡേഷനായി, CPR നമ്പർ രജിസ്റ്റർ ചെയ്തു, ടാക്സ് കാർഡായി. ഇതിന് ശേഷം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ബാങ്ക് അക്കൗണ്ടിന് ഇപ്പോൾ നിങ്ങൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പകരം നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ, ഇപ്പോൾ ഡാൻസ്കേ ബാങ്ക് ആയാലും നോഡിയ ബാങ്ക് ആയാലും അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ കൊടുക്കും. കാരണം കുറേ ഇൻഫർമേഷൻസ് അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കണം. കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അക്കൗണ്ട് അവർ തരില്ല. ചില സമയം നമുക്ക് അക്കൗണ്ട് തരില്ല. അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് പിടിക്കുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും. അവർ ചാർജ് ചെയ്യുന്നത് പെർ മന്ത് എമൗണ്ട്, ഒരു പെർ വർഷത്തിൽ അതിനൊരു ഫീസുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്താലും അതിന് ക്യാഷാണ്, അതിന് പൈസ പിടിക്കും അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇൻഫർമേഷൻ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എല്ലാം പൈസയെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഡിവിജ്വലായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നുള്ളത് അത് ഡാൻസ്കേ ബാങ്കിൻ്റെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. കാരണം ഞാൻ ഡാൻസ്കേ ബാങ്കിൻ്റെയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഇതാണ് മെയിനായിട്ട് നിങ്ങളിവിടെ വരുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. പ്രധാനമായിട്ടും ഫസ്റ്റ് അക്കോമഡേഷൻ, ഒരു ഹൗസിംഗ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുക. സെക്കൻഡ്, അതിന് ശേഷം നിങ്ങളുടെ CPR നമ്പർ രജിസ്റ്റർ ചെയ്യുക. തേർഡ്, പിന്നുള്ളത് സ്കാറ്റ് പോയിട്ട് ടാക്സ് ഡിക്ലറേഷൻ ചെയ്യുക. പിന്നെ ഫോർത്ത്, നമുക്ക് എന്താ പറയുക, ഇതുപോലെ ടാക്സ് ഡിക്ലറേഷൻ ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇത് 4 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങും. അപ്പം അതൊരു പീരീഡ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോണം. നിങ്ങൾ ഇപ്പോൾ കമ്പനി ത്രൂ അല്ല, ഡയറക്റ്റ് ഒരു ഡെപ്യൂട്ടേഷനായിട്ടല്ല വരുന്നത്. നിങ്ങൾ ഡയറക്റ്റായിട്ടൊരു ഇവിടെ ജോലി കിട്ടി വരുന്നവരാണെങ്കിൽ ഈ ഒരു 2-3 മന്ത്സിലേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന എമൗണ്ട് നിങ്ങൾ കയ്യിൽ കരുതിയേക്കുക. കാരണം സാലറി കിട്ടി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഇതൊക്കെ കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള പ്രോസസ്സല്ല. ഇതിനെല്ലാം അതിൻ്റെതായ ടൈമും കാര്യങ്ങളും എടുത്ത് ചെയ്യുന്നതാണ്. 2 മന്ത്സ് മിനിമം എന്തായാലും എടുക്കും ഇത്തരം കാര്യങ്ങൾ സെറ്റ് ആവാനായിട്ട്. ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് ആയിട്ട്, അതായത് ഓരോ സ്റ്റെപ്പും എങ്ങനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം, ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റായിട്ട്, ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് എന്നിട്ടേക്കാം. അപ്പം അതിന് ഇൻഡിവിജ്വലായിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടായിരിക്കണം. അപ്പം ആയല്ലോ. ഇനി പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. എൻ്റെ മുഖം മാത്രമല്ല നിങ്ങൾ കണ്ടതെന്ന് എനിക്കറിയാം. അത് ചുമ്മാ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാഴ്ചകൾ, ഞാൻ താമസിക്കുന്ന ഏരിയയുടെ ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.